നമസ്കാരം, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ SSC GD എക്സാമിന് വേണ്ടി ഒരുങ്ങുന്നവർക്കുള്ള യോധാ ബാച്ചിന്റെ ഭാഗമായിട്ടുള്ള 51 ഡേ പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള റീസണിങ്ങിന്റെ ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 51 ഡേ പ്ലാനിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അനലോഗി സീരീസ് റീസണിങ്ങിലെ ഈ രണ്ട് ടോപ്പിക്കുകളുടെ ഈ കഴിഞ്ഞ GD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ തന്നെ കുറച്ചും കൂടി പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പം നമ്മുടെ GD എക്സാമിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് ദിശ അക്കാഡമി ഒരു ഓൺലൈൻ കോഴ്സ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത നമ്മൾ ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് കേൾക്കാൻ പറ്റാത്തവർക്ക് ആ ക്ലാസ്സുകൾ തന്നെ റെക്കോർഡായിട്ടും പ്രൊവൈഡ് ചെയ്യും. അതേപോലെ മെറ്റീരിയൽസും മെൻ്റർ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ GD എക്സാമിന് നമ്മുടെ ദിശ അക്കാഡമിയുടെ കോഴ്സ് വഴി എക്സാം ക്രാക്ക് ചെയ്തവരുടെ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഫിസിക്കലും മെഡിക്കലും കൂടി ക്ലിയർ ചെയ്തവരാണ്. ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ലെങ്കിലും ഈ ഒരു ഫിസിക്കലും മെഡിക്കലും വരെ ക്ലിയർ ചെയ്തവരുടെ ഫോട്ടോസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അനലോഗി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, ഇങ്ങനെ ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, നമ്പറും ഉണ്ട്. അപ്പോൾ നമ്മൾ ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ചെയ്യുന്ന രീതികളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളെങ്ങനെയാണ് KBZ ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് മാറിയിരിക്കുന്നത്? HYW. നിങ്ങൾക്കറിയാം, ആദ്യം നമ്മൾ നേരെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇപ്പം നോക്കിയേ, K to H എന്ന് പറയുമ്പോൾ കെയുടെ വാല്യൂ 11 Hന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്, കുറയുവാണ്. അപ്പോൾ എന്താണ്, 3 കുറഞ്ഞു. ഓക്കെ, 3 കുറഞ്ഞു. അതായത് കെയിൽ Hലേക്ക് ഒരു 3 കുറഞ്ഞു. ഇനി B to Y. അപ്പോൾ B എന്ന് പറയുന്ന 2ഉം Y എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 23 കൂടി എന്നല്ല എടുക്കണ്ടേ, നമ്മളെപ്പോഴും കുറഞ്ഞ ദൂരമാണ് നോക്കുന്നത്. അപ്പോൾ നോക്കിയാൽ കുറഞ്ഞ ദൂരം എന്ന് പറയുമ്പം ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് നല്ല ദൂരം വരുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എന്താണ്, അവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് വരുന്നത്, ഏറ്റവും കുറഞ്ഞ ദൂരമാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ നമ്പറിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. കൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ കൗണ്ട് ചെയ്യണം? B എണ്ണണ്ട, B കഴിഞ്ഞിട്ടുള്ള A എണ്ണുന്ന 1. ദെൻ അടുത്ത ഏതാണെന്നുണ്ട്, ഇങ്ങനെ കുറയുമ്പോൾ A കഴിഞ്ഞാൽ അടുത്ത കുറയുന്നത് എങ്ങോട്ടാണ്? Z-ലേക്കാണ്. അപ്പോൾ 1, 2, 3, മൂന്നാമത്തെ ആളാണ് Y. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം? ഇവിടെയും 3 കുറഞ്ഞു തന്നെയാണ് പോകുന്നത്. ഓക്കെ, 3 കുറഞ്ഞു തന്നെയാണ് പോകുന്നത്. ഇനി അടുത്ത ZW. ഓക്കെ, ഇസഡിന്റെ വാല്യൂ 26, ഡബ്ല്യുവിന്റെ വാല്യൂ 23. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് തന്നെ എടുക്കാം. അല്ലെങ്കിൽ ഇവിടെയും കൗണ്ട് ചെയ്താലും കുഴപ്പമില്ല, ഡയറക്റ്റ് എടുത്താലും കൗണ്ട് ചെയ്താലും എന്താണ്, 3 കുറയല്ലേ? ഇപ്പോൾ -3. ഇപ്പോൾ എളുപ്പമാണ്, എല്ലാം 3 കുറഞ്ഞു പോയി. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക? VIF. ഓക്കെ, എല്ലാം 3 കുറഞ്ഞ് എടുക്കണം. അപ്പോൾ V -3, അതായത് V 22 നിന്ന് 3 കുറച്ചാൽ 19. അല്ലെങ്കിൽ നിങ്ങൾ കൗണ്ട് ചെയ്താലും മതി, 1, 2. കൗണ്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോരുത്. ഇവിടെ ഇങ്ങോട്ടാണ് കുറയുന്നത്, അതിനാണ് ഞാൻ എപ്പോഴും വാല്യൂ വെച്ച് പറയുന്നത്. ഇവിടെ ഇങ്ങോട്ടാണ് കുറയുന്നത്, ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ടാണ് കുറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് തെറ്റിപ്പോരുത്. നിങ്ങൾ വാല്യൂ തന്നെ നോക്കിയാൽ വാല്യൂ നോക്കുമ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നം വരത്തില്ല. അപ്പോൾ 22 നിന്ന് 3 കുറയുമ്പോൾ എന്താണ്? 19. അതായത് S. നമുക്ക് ആദ്യം വരുന്നത് S ആണ്. നമ്മൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 പേരെ ക്യാൻസൽ ചെയ്യാം. ഇനി ഇവർ രണ്ടിൽ ആരാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ അക്ഷരം ഇവിടെ Fഉം ഇവിടെ H ആണ്. അപ്പോൾ രണ്ടാമത്തെ അക്ഷരം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ആൻസർ ആവും. അതായത് I-3. Iയുടെ വാല്യൂ 9 - 3 6. ആരാണ്? F. അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകണ്ട, ഇതാണ് ആൻസർ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓപ്ഷൻ നോക്കി ചെയ്യുക. നമുക്ക് അത്രയും പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. എപ്പോഴും ഓപ്ഷൻ നോക്കി ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകണമെങ്കിൽ Iക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് F വരുന്നത്. അടുത്ത് നമ്മൾ ചെയ്യണമെന്നില്ല, ചെയ്താലും ആ C തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് ലെറ്റർ പെയർ. ഇവിടെ ഒരു പെയറായിട്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? ഇവിടെ ഒരു പെയറായിട്ട് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു പെയർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ആ പെയറിന്റെ റിലേഷൻ കണ്ടുപിടിക്കുക. അതേപോലെ വരുന്ന പെയർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം റിലേഷൻ കണ്ടുപിടിക്കാം. XKNS WJMR. അപ്പോൾ ഇവരുടെ റിലേഷൻ നോക്കാം. X to W നിങ്ങൾ നോക്കിയാൽ X 24, അതായത് തൊട്ട് പുറകിലത്തെ ലെറ്റർ. അപ്പോൾ എന്താണ്, ഒന്ന് കൂടുവല്ല ഒന്ന് കുറയുവാണ്. ഓക്കെ, അടുത്ത KJ
ഇപ്പൊ കെ ജെ നോക്കിയാൽ K11 J10 അവിടെ എന്താണ് 1 കുറവാണ്. NM നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം NM എന്നാണ് തൊട്ട് പുറകിലത്തെ അക്ഷരം അവിടെ 1 കുറവാണ്. S6 S19 6 അവിടെ 1 കുറവാണ്. ഓക്കെ, വളരെ എളുപ്പമാണ്. എല്ലാത്തിന്റെയും 1 കുറഞ്ഞുള്ള അക്ഷരമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മനസ്സിൽ പറഞ്ഞത് നോക്കാവുന്നതാണ്, കാരണം തൊട്ട് പുറകിലത്തെ അക്ഷരം പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം? നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾ ആദ്യം നോക്കുക, ഈ ആദ്യത്തെ അക്ഷരം നോക്കുക, അതിന്റെ തൊട്ട് പുറകിലത്തെ അക്ഷരമാണോ നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്? എങ്ങനെയാണ് KUQP RSHO ഇത് ഇതേപോലെ വരുന്നുണ്ടോ എന്നാണല്ലോ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ. ഓക്കെ, നിങ്ങളിത് എല്ലാം എഴുതി ഇങ്ങനെ നോക്കണ്ട, ക്വസ്റ്റിന് വെച്ച് തന്നെ നിങ്ങൾക്ക് നോക്കാമല്ലോ. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ അക്ഷരവും ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം 1 കുറഞ്ഞു വരണം. അപ്പൊ നോക്കി KR. ഓക്കെ, K11 കെയുടെ തൊട്ട് പുറത്തെ അക്ഷരം J ആണ്. J ആയിരുന്നല്ലോ ഇവിടെ വരണ്ടേ, J ആണോ വന്നേക്കുന്നതല്ല. അപ്പൊ ഈ ഓപ്ഷൻ അല്ല. നിങ്ങൾ ബാക്കി ഇനി നോക്കാൻ നിൽക്കരുത്. ആദ്യം വന്നില്ലേ പിന്നെ അത് ഒരാൾ വന്നില്ലെങ്കിൽ തന്നെ തെറ്റാണ്, പിന്നെ ബാക്കി നോക്കിയിട്ടും കാര്യമില്ല. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ ആദ്യത്തെ അക്ഷരം M, ഇവിടെ ആദ്യത്തെ അക്ഷരം A ആണ്. അപ്പൊ എമ്മിന്റെ തൊട്ട് പുറത്തെ L ആണ്. L ആയിരുന്നു വരണ്ടേ. അപ്പൊ എന്തായാലും A എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ഇതുമല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ BD. ബിയുടെ തൊട്ട് പുറത്തെ അക്ഷരം നമുക്കറിയാം A ആണ്. അപ്പൊ എന്തായാലും വന്നേക്കുന്ന D ആണ്. അപ്പൊ അതുമല്ല. ഇനി നോക്കി, അപ്പൊ എന്തായാലും ആദ്യത്തെ 3 ഓപ്ഷൻ അല്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാൻ വേണ്ട. ഇയുടെ തൊട്ട് പുറത്തെ അക്ഷരം അല്ലേ D ഉണ്ടോ? കറക്റ്റ് ആണ്. ഇനി എയുടെ തൊട്ട് പുറത്തെ അക്ഷരം അല്ലേ Z കണ്ടോ? എയുടെ ഞാൻ പറയാം, ഇപ്പൊ ബാക്കിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് പോകേണ്ടത്. Z ശരിയാണ്. ഡിയുടെ തൊട്ട് മുമ്പത്തെ ലെറ്റർ അല്ലേ C, അതും ഓക്കെയാണ്. ടിയുടെ തൊട്ട് മുമ്പത്തെ ലെറ്റർ അല്ലേ S, അതും ഓക്കെയാണ്. അപ്പം അതിനെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകരുത്. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാൻ പോകരുത്. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ 3 ഓപ്ഷൻ നോക്കി. ആദ്യത്തെ 3 ഓപ്ഷൻ നോക്കിയപ്പോൾ അതിലൊന്നും ആദ്യത്തെ അക്ഷരം പോലും കറക്റ്റ് വരുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് അല്ല ആദ്യത്തെ അക്ഷരം കറക്റ്റ് വന്നാലും ഇപ്പൊ 2 ഓപ്ഷന്റെ ആദ്യത്തെ അക്ഷരം കറക്റ്റ് വന്നെന്നിരിക്കട്ടെ, അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ അക്ഷരങ്ങൾ തമ്മിലുള്ള റിലേഷൻ നോക്കേണ്ടി വരും. പക്ഷെ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് എളുപ്പമായിരുന്നു. ഇവിടെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്താൽ പോലും ഒന്നും സെയിം വരുന്നില്ല. അപ്പൊ ആദ്യത്തെ 3 ഓപ്ഷനും തെറ്റാണ്. നമുക്ക് ഉറപ്പിക്കാൻ 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓപ്ഷൻ ബേസ്ഡ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ പെയറായിട്ട് തന്നെ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന പെയറിന്റെ റിലേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. തന്നേക്കുന്ന പെയറിന്റെ റിലേഷൻ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. R to W. R എന്ന് പറയുന്നത് 18, W എന്ന് പറയുന്നത് 23. അപ്പൊ എന്താണ്? കൂടുവാണ്, +5. ഇനി P എന്ന് പറയുന്നത് 16, U എന്ന് പറയുന്നത് 21. അവിടെ എന്താണ്? +5. ഓക്കെ, D എന്ന് പറയുന്നത് 4, I എന്ന് പറയുന്നത് 9. അവിടെയും +5. നിങ്ങൾ ഇവിടെ ഇതേപോലെ വരുന്ന പെയർ കണ്ടുപിടിക്കാനല്ലേ. അപ്പം ഇതെല്ലാം ഇരുന്ന് നിങ്ങൾ എഴുതി നോക്കണ്ട. നമുക്കറിയാം ആദ്യത്തെ അക്ഷരം ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം ഇത് +5 ആണോ നോക്കി. B2 ആണ്. 2 + 5 എന്താണ് വരേണ്ടത്? 7. അതായത് G ആയിരുന്നു വരേണ്ടത്. അപ്പൊ തന്നെ ഉറപ്പിക്കാം ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കുക. XU. ഓക്കെ, X 24. അപ്പൊ +5 ആണെങ്കിൽ ഇങ്ങനെയല്ല പോകുന്നത്. അതായത് 1 2 3 4 5 C ആയിരുന്നു വരണ്ടേ. ഓക്കെ, വന്നേക്കുന്ന U അല്ലേ. അപ്പൊ എന്തായാലും അതുമല്ല. ഇനി LC നോക്കി, L 12. അപ്പൊ എന്തായാലും കൂടുമ്പോൾ ഇങ്ങോട്ടാണല്ലോ, എന്തായാലും C വരത്തില്ല. കൂടുമ്പോൾ 12 5 17 Q ആയിരുന്നു വരണ്ടേ. അപ്പൊ അതുമല്ല. ഇവിടെയും വളരെ എളുപ്പമാണ്. ആകെ ഒരു ഓപ്ഷനെ കറക്റ്റ് ആയിട്ട് വരൂ. അതാണ് ആൻസർ. കാര്യം ക്ലിയർ ആയല്ലോ. അപ്പൊ നോക്കി, ഇനി അത് കൺഫേം ചെയ്യണമെന്നില്ല. അപ്പൊ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ X 24 + 5 29. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പൊ കൂടുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? കൂടുമ്പോൾ ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പൊ നോക്കിയാൽ 1 2 3 4 5 C കറക്റ്റ് അല്ലേ. ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ വരത്തുള്ളൂ. അതിന് നമ്മൾ നോക്കി കൺഫേം ചെയ്യാമെന്ന് നിൽക്കരുത്. നമ്മൾ എക്സാമിന് ചെയ്യുമ്പം പെട്ടെന്ന് ആൻസേഴ്സ് എടുക്കുക. ഓപ്ഷൻ D ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 3 അക്ഷരം, ഇവിടെ 3 അക്ഷരം, ഇവിടെ വന്നിരിക്കുന്നത് 6 അക്ഷരമാണ്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതാം. ഇവിടെ YEN. ഓക്കെ, ഇതിന് പകരമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് XZDFMO. ഓക്കെ, ഒരെണ്ണോടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നോക്കിയിട്ടൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ മാത്രം അടുത്തേക്ക് നോക്കിയാൽ മതി. രണ്ടിലും ഒരേ പാറ്റേൺ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുന്നതോ അല്ലെങ്കിൽ കിട്ടാൻ പാട് തോന്നുവാണെങ്കിൽ മാത്രം അടുത്ത ആളിനെ കൂടെ നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ആദ്യം തന്നേക്കുന്ന വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. ഇവിടെ നമുക്ക് വന്നേക്കുന്നത് എന്താണ്? 3 അക്ഷരം. പക്ഷെ അവർ കണക്ട് ചെയ്തേക്കുന്ന ആള് എത്ര അക്ഷരമുണ്ട്? 6 അക്ഷരമുണ്ട്. അപ്പൊ ഇവിടെ ഒരക്ഷരത്തിന് പകരം ഒരക്ഷരം എന്നുള്ള രീതിയിലല്ല. അപ്പൊ 3ന് പകരം 6 വരുമെങ്കിൽ എങ്ങനെ ആവാനാണ് സാധ്യത? നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എങ്ങനെ ആവാനാണ് സാധ്യത? ഒരെണ്ണത്തിന് ഒരക്ഷരത്തിന് പകരം 2 അക്ഷരം അങ്ങനെ എടുക്കുവാണെങ്കിൽ Yക്ക് പകരം XZ, Eക്ക് പകരം DF, Nന് പകരം M.
അപ്പൊ ഈ വൈയും എക്സ് ഇസഡും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കി. ഇതാണ്ട് വൈ താണ്ട് കിടക്കുന്നു, എക്സ് താണ്ട്, ഇസഡ് താണ്ട്. അപ്പൊ നോക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും. എന്താണ് വൈയുടെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള അക്ഷരങ്ങളല്ലേ ഇത് രണ്ടും അല്ലേ. വൈയുടെ ആദ്യം വന്നേക്കുന്ന എക്സ് ആണ്, അതായത് വൈയെക്കാട്ടിൽ ഒന്ന് കുറവുള്ള അക്ഷരം, ദെൻ വൈയെക്കാട്ടിൽ ഒന്ന് കൂടുതലുള്ള അക്ഷരം. അതായത് വൈ ആരുടെയൊക്കെ ഇടയ്ക്കാണോ അവരെയാണോ എഴുതിയിരിക്കുന്നത്, ശരിയല്ലേ. അടുത്ത് നോക്കിക്കോ, ഇക്ക് പകരം എഴുതിയേക്ക് നോക്കി. ഇ എന്ന് പറയുന്ന ആർക്കൊക്കെ ഇടയ്ക്കാണ്, ഡിക്കും എഫിനും ഇടയ്ക്കാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ എഴുതുന്നതിനകത്ത് ആദ്യം വന്നത് ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇയെക്കാട്ടിൽ ഒന്ന് കുറവുള്ള അക്ഷരമായിരിക്കും ആദ്യം വരുന്നത്, പിന്നെയാണ് ഇയെക്കാട്ടിൽ ഒന്ന് കൂടുതലുള്ള അക്ഷരം വരുന്നത്. ക്ലിയർ ആയോ? അടുത്തത് അങ്ങനെയല്ല. ഏതാണ്ട് എൻ എടുത്താലും ഓക്കെ, എന്നിനെക്കാട്ടി ആദ്യം ഒന്ന് കുറവുള്ള അക്ഷരമാണ്, എം ആണ് ആദ്യം വന്നിരിക്കുന്നത്, ദെൻ ഓ വന്നു. ഓക്കെ, നമുക്കത് മനസ്സിൽ പറഞ്ഞാൽ നോക്കി കണ്ടുപിടിക്കാവുന്ന എളുപ്പമല്ലേ. മനസ്സിൽ പറഞ്ഞാൽ നോക്കിയാൽ വൈക്ക് മുമ്പ് വരുന്നത് എക്സ് വൈ ഇസഡ്, അപ്പൊ എക്സ് ഇസഡ്. ഇ എ ബി സി ഡി ഇ എഫ്, അപ്പൊ ഡി യു എഫ്. എൽ എം എൻ ഒ, അപ്പം എന്നിന്റെ അപ്പുറത്ത് എം ഒ. അത് നമുക്ക് മനസ്സിൽ പറഞ്ഞ പോലും കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്, അതായത് വൈക്ക് പകരം ഇത് രണ്ടും, ഇക്ക് പകരം ഇത് രണ്ടും, എന്നിന് പകരം ഇത് രണ്ടും. അപ്പൊ എളുപ്പം എന്ത് ചെയ്യാം, ഇത് നോക്കി ടൈം കളയണ്ട, ഡയറക്റ്റ് നമുക്ക് വേണ്ട ആരെയാണ്, ജെ ഇ ടി ആണ്. ഇപ്പൊ ജെ ഇ ടിയുടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ജെയ്ക്ക് പകരം എന്തൊക്കെ വരും, ഇപ്പൊ ജെ എന്ന് പറയുമ്പോൾ താണ്ട ജെയുടെ ഐയും കെയും. അപ്പൊ ആദ്യം ഏതാണ്, ആദ്യം ഐ എഴുതണം, ദെൻ കെ. ജസ്റ്റ് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കി. അവിടെ നമ്മളെ ഓപ്ഷൻ ഇട്ടവർ സഹായിച്ചിട്ടുണ്ട്. താണ്ട ആദ്യം ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഐ തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ഐ കെ. അപ്പം ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരും. ബാക്കി നോക്കിയാൽ ഇതേപോലെ തന്നെ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ആദ്യം വരുന്നത് ഒന്ന് കുറവുള്ള അക്ഷരമാണ്, അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയാണ് ജെയെക്കാട്ടി ഒന്ന് കുറവുള്ള അക്ഷരം ഐ ആണ്. അപ്പൊ ആദ്യം വരുന്ന ഐ ആണ്, അവിടെ വെച്ചാൽ നമുക്ക് ആൻസർ ആയി. ഐ ആദ്യം വരുന്ന ഒരേ ഒരു ഓപ്ഷൻ, ഓപ്ഷൻ 2. ഓക്കെ, ഇതും അതേപോലെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ നോക്കാം, ടി 3 അക്ഷരമാണ്, പക്ഷെ വന്നിരിക്കുന്നത് 6 അക്ഷരമാണ്, ഇസഡ് ബി ഡി എഫ് എസ് യു. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരെണ്ണത്തിന് 2 എണ്ണം വെച്ച് തന്നെയാണ് വരുന്നത്, പക്ഷെ ടിയും ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഇസഡും ബിയും ആണ്. ഓക്കെ, ടിയും ഇസഡും ബിയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വരുന്നത്, ടി ഇവിടെ കിടക്കുകയാണ്, ഇസഡ് ഇവിടെയും ബി ഇവിടെയാണ്. അപ്പൊ അവർ തമ്മിലൊരു റിലേഷൻ വരുന്നില്ല. അടുത്ത ഇക്ക് ഡി എഫ്, ഓക്കെ, അത് കുഴപ്പമില്ല. അതാണ് ഇ ഇവിടെ ഉണ്ട്, ഇയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് നേരത്തെ തന്നെ കൂട്ട് തന്നെ. ആദ്യം ഒന്ന് കുറവുള്ള ആള്, ദെൻ ഒന്ന് കൂടുതലുള്ള ആള്. അപ്പൊ അത് കുഴപ്പമില്ല, ഇക്ക് പകരം ഡി എഫ്. ഓക്കെ, വീണ്ടും എക്ക് വന്നപ്പോൾ വീണ്ടും എസ് യു, കണക്ഷൻ ഇല്ല. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാവും. എസിന് യുവിന് ഇടയ്ക്കുള്ള ആള് ടി അല്ലേ, അതായത് ഈ ടിക്ക് പകരമുള്ള ആള് വന്നിരിക്കുന്നത് ഈ എൻഡിലാണെന്നേ ഉള്ളൂ. ഓക്കെ, ടിക്ക് പകരമുള്ള ആള് വന്നിരിക്കുന്നത് ഈ എൻഡിലാണ്. അങ്ങനെയാണ് ഇവിടെ നോക്കിയതാണ്ട് എ എന്ന് പറയുന്നതാണ്ട് ഇസഡിനും ബിക്കും ഇടയ്ക്കല്ലേ, ആദ്യം ഒന്ന് കുറവുള്ള ആള്, ഒന്ന് കൂടുതലുള്ള. അപ്പൊ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നതാണ്ട് ഇതിന്റെ ആളാണ് ഈ കിടക്കുന്നത്. അതായത് റിവേഴ്സ് രീതിയിൽ വന്നു എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. റിവേഴ്സ് രീതിയിൽ എടുക്കണം, റിവേഴ്സ് രീതിയിൽ എടുക്കണം എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതേപോലെ നമുക്ക് ആരെയാണ് വേണ്ടത്, RIO-യാണ് ഇതേപോലെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്, ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ എൻഡി പോവും, ഐക്ക് നേരെ തന്നെ ഓയുടെ ഇങ്ങോട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ എൻഡി വരുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാം. എന്നിട്ട് ഓപ്ഷൻ നോക്കാം. എങ്ങനെയായാലും നമുക്ക് കിട്ടും. നിങ്ങൾ ആദ്യം വരുന്ന ആളിനെയാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ ആദ്യം വരുന്ന ആൾ, ഇവിടെ വരുന്ന ആളിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആർക്ക് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും, ഓയ്ക്ക് പകരമുള്ള ഓയുടെ അനലോഗി വെച്ചിട്ടുള്ള ആളായിരിക്കും. അപ്പൊ ഓയുടെ നിങ്ങൾ നോക്കിയേ, ഓയുടെ തൊട്ട് പുറകിലുള്ള ആരാണ്, എന്, ഇപ്പുറത്തുള്ള ആരാണ്, പി. അതായത് എൻ പി എന്ന് വരും. ജസ്റ്റ് ചുമ്മാ ഒന്ന് ഓപ്ഷൻ നോക്കി, എന്ന് തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷൻ, അപ്പൊ തന്നെ ആൻസർ ആയി. ഓക്കെ, നിങ്ങൾ വാക്ക് കണ്ടുപിടിച്ചാലും അതല്ലേ വരും. വേണമെങ്കിൽ ഞാൻ വാക്ക് ചെയ്യാം. ഐ എന്ന് പറയുന്നത് എച്ചിനും ജെയ്ക്കും ഇടയ്ക്ക്, എച്ച് ജെ. ആറെന്ന് പറയുന്നത് ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. ആദ്യം ഒന്ന് കുറവുള്ള ആളാണ്, അപ്പൊ ആദ്യം ഒന്ന് കുറവുള്ള ആള് ക്യൂ, ദെൻ ഒന്ന് കൂടുതലുള്ള ആൾ എസ്. അപ്പൊ ക്യൂ എസ് എന്നാണ് വരുന്നത്. നമ്മുടെ അടുത്ത ആൻസർ ആണല്ലേ. ആദ്യത്തെ അക്ഷരം കിട്ടുമ്പോൾ തന്നെ നോക്കാം, അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം അതായിരിക്കും ആൻസർ ആയിട്ട് വരും. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ നമ്പർ അനലോഗിയാണ്. അപ്പൊ നമ്പർ അനലോഗിയുടെ ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ GD എക്സാമിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് ഇല്ല, അതിനകത്ത് നമ്പർ അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് അതിന് വന്നിട്ടില്ല. അപ്പൊ ഇത് ഞാൻ അതിന് മുമ്പ് നടന്ന, അതായത് കഴിഞ്ഞ വർഷത്തിന് മുമ്പ് നടന്ന GD എക്സാമിന്റെ ക്വസ്റ്റ്യൻ, അതിനകത്ത് നിന്ന് എടുത്ത നമ്പർ അനലോഗിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് സിലബസിൽ ഉണ്ടായതുകൊണ്ട് ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇപ്പൊ നമ്പർ അനലോഗി വരുമ്പോൾ അവിടെ ഒരുപാട് സാധ്യതകളുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നോക്കി, ഇവിടെ 8 3 നമ്പറായിട്ട് തന്നിരിക്കുകയാണ്. ഇവിടെ 2 സെറ്റ് വന്നിട്ടുണ്ട്. ഈ 2 സെറ്റിലും വരുന്നത് ഒരേ പാറ്റേൺ തന്നെ ആയിരിക്കും. ഓക്കെ, അതേപോലെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, സെലക്ട് ദി
സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ഈസ് സിമിലർ ടു ദി ഫോളോയിങ് സെറ്റ്. ഈ തന്നിരിക്കുന്ന രണ്ട് സെറ്റുകളിലുള്ള പോലെ അതേ ബന്ധം വരുന്ന സെറ്റ് ഏതാണെന്ന് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുക. ഏത് ഓപ്ഷനാണ് അതേപോലെ വരുന്നത്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിയേ, ഈ 8നെയും 280നെയും 5നെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണം. ഓക്കെ, അപ്പം ഈ 8ഉം ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെ 3 നമ്പേഴ്സ് വരുമ്പോൾ ഒരു വലിയ നമ്പർ കമ്പാരിറ്റീവ്ലി ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വലിയ നമ്പറും 8ഉം 5ഉം ചെറിയ നമ്പേഴ്സും ആണ്. അപ്പൊ അങ്ങനെ വരുമ്പം കൂടുതൽ സാധ്യത എന്തായിരിക്കാം? ഒന്നെങ്കിൽ ഈ ചെറിയ നമ്പേഴ്സ് കൂട്ടുന്നതുമായിട്ടോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതുമായിട്ടോ അല്ലെങ്കിൽ ഗുണിക്കുന്നതുമായിട്ടോ ഡിവൈഡ് ചെയ്യുന്നതുമായിട്ടായിരിക്കും ബന്ധം വരാൻ കൂടുതൽ സാധ്യത. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, കൂടുതൽ സാധ്യത. അപ്പൊ അങ്ങനെ നോക്കാം, നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 13 280 ബന്ധം വരുന്നില്ല. ഇനി ഇവിടെ ഒരു ഇച്ചിരൂടെ നല്ല വലിയൊരു നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും സാധ്യത? മൾട്ടിപ്ലൈ നോക്കി, അതായത് 8 into 5 എത്രയാണ്? 8 into 5 40 ആണ്. ഈ 40യും 280യും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. 40ഉം 280ഉം തമ്മിൽ 280ഉം 40ഉം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ 4 into 7 28 അല്ലേ? അതായത് 40 into 7 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 40 into 7 എന്ന് പറയുന്നത് 280 അല്ലേ? ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ഒരിടത്ത് കിട്ടി ഇവിടെ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, നമ്മൾ കിട്ടിയ ആ ഒരു റിലേഷൻ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെയും കൂടെ ഒന്ന് നോക്കി ഒന്ന് കൺഫേം ചെയ്യാം. അതായത് 11 into 4 44 into 7 ചെയ്താൽ 308 കിട്ടുമെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, 2 കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഉറപ്പിക്കാം എന്താണ്? അപ്പൊ ഇത് ജനറൽ ആയിട്ട് പറയാൻ എങ്ങനെ പറയാം? ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേർഡ് നമ്പർ, ഓക്കെ, ഇൻറ്റു ഈ 7 എന്ന് പറയുന്നത് എന്താണ്? അല്ലാതെ വന്നതാണ്, ഫിക്സഡ് ആയിട്ട് വന്നതാണ്. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നടുക്കത്തെ നമ്പർ, അതായത് സെക്കൻഡ് നമ്പർ. ഇതാണ് ഇവിടുത്തെ എന്ത് അനലോഗി എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ ഫോളോ ചെയ്ത അനലോഗി എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ വരുന്ന ഓപ്ഷൻ നോക്കുക. അപ്പൊ എങ്ങനെ നോക്കണം? ആദ്യത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ 6 into 9 54 54 into 7 54 into 7 ചെയ്യുമ്പോൾ 370 വരുമോ എന്നാണ് നോക്കേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 54 into 7 ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും വരുന്നത്? 8 അല്ലേ? എന്തായാലും 0 വരത്തില്ല. അപ്പൊ എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. ഇനി 11 into 5 55 into 7 ചെയ്താൽ 55 into 7 ചെയ്താൽ 5 ആണ്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 5 തന്നെ വരും. ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 0 അല്ലേ? അപ്പൊ ഇതും അല്ല. ഓക്കെ, ഇനി അടുത്തത് 5 into 9 45 into 7 ചെയ്താൽ 270 വരും. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 5 വരും. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇതും കട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ 3 ഓപ്ഷൻ അല്ലെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല, ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഇവിടെ 13 into 7 13 into 7 എന്ന് പറയുന്നത് 91 ആണ്. 91 into 7. നിങ്ങൾ ടേബിൾസ് ഒക്കെ കാണാൻ പഠിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളോട് മാത്സിന്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പൊ 91 into 7 എന്ന് പറയുന്നത് 637 കണ്ടോ? കറക്റ്റ് ആണ്. എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ 3 ഓപ്ഷൻസ് നല്ല ശരിയായിട്ടാണ് നോക്കിയതെങ്കിൽ, അവിടെ ഒന്നും കിട്ടുന്നില്ല എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 4ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, ഓക്കെ, ഇവിടെയും ആ നമ്പർ ഇവിടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് is related to the third number in the same way as the second number is related to the first number, sixth number is related to the fifth number. ക്വസ്റ്റ്യൻ മനസ്സിലാകാണല്ലോ. ഇവര് തമ്മിലും ഇങ്ങോട്ടോ അങ്ങോട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇങ്ങോട്ട് അങ്ങോട്ടോ ഇവര് തമ്മിലും എങ്ങനെയാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത് അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്പർ ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യന്റെ അർത്ഥം. ഓക്കെ, ഈ നമ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം. നോക്കിയേ, 13ന് പകരം അവർ കൊടുത്തേക്കുന്നത് എന്താണ്? 225. ഈ 225 കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ അപ്പൊ തന്നെ വരണം 17 എന്ന് പറഞ്ഞാൽ 360. അപ്പൊ ഇതൊക്കെ 225 നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരണം എന്താണ്? സ്ക്വയർ നമ്പർ. അപ്പൊ നോക്കേണ്ട എന്താണ്? ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? 15ന്റെ സ്ക്വയർ അല്ലേ? ഇവിടെ 361 കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം എന്താണ്? 19ന്റെ സ്ക്വയർ. അപ്പൊ അതായത് രണ്ടാമത് വരുന്ന സ്ക്വയർ നമ്പർ ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കണക്ഷൻ നോക്കുക. ഇവിടെ ആദ്യം വന്ന 13 അല്ലേ? 13 എങ്ങനെ കണക്ട് ചെയ്യാം? 13-നെക്കാട്ടിലും 2 കൂടുതലല്ലേ 15 എന്ന് പറയുന്നത്? ഓക്കെ, 17-നെക്കാട്ടിലും 2 കൂടുതലല്ലേ 19 എന്ന് പറയുന്നത്? അപ്പൊ കാര്യം മനസ്സിലായി. എന്താണ്? ആദ്യം വരുന്ന നമ്പറിന്റെ കൂടെ എന്ത് ചെയ്യുക? 2 കൂട്ടുക. 16ന്റെ കൂടെ 2 കൂട്ടുക. എത്ര വരും? 18. ആ 18ന്റെ സ്ക്വയർ ആയിരിക്കും രണ്ടാമത് നമുക്ക് വരും. 18ന്റെ സ്ക്വയർ 324. ഇപ്പൊ സ്ക്വയർ നമ്പേഴ്സ് കാണാതെ പഠിക്കുക. 324 എന്നുള്ളതാണ് ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ എക്സാമിന് ചെന്നിരിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ സ്ക്വയർ നമ്പർ ആണെന്ന് ഓർമ്മ വരിക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അല്ലാതെ അവിടെ ഇതിന് മൾട്ടിപ്പിൾ ആണോ നോക്കി അവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പോകരുത്. 225
361 കാണുമ്പോൾ ഓർക്കണം സ്ക്വയർ നമ്പർ. അപ്പൊ രണ്ടിടത്ത് സ്ക്വയർ നമ്പർ വന്നെങ്കിൽ പിന്നെ ആ സ്ക്വയർ നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ബന്ധമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ സീരീസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്ത അനലോഗിയാണ്. അനലോഗിയിൽ നമ്മൾ ആൽഫബറ്റും നമ്പറും ആണ് ചെയ്തത്. ഇനി സീരീസ് നിങ്ങൾക്ക് അറിയാം, ആൽഫബറ്റ് സീരീസ് ഉണ്ട്, നമ്പർ സീരീസ് ഉണ്ട്, ഇത് രണ്ടും മിക്സ് ആയിട്ട് വരുന്ന സീരീസും ഉണ്ട്. ഓക്കെ, ഇതൊരു ആൽഫബറ്റ് സീരീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്ങനെയാണ് നോക്കേണ്ടത്, ഇത് അടുത്ത വരുന്ന ടേം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് ഇതിന്റെ എല്ലാം ആദ്യത്തെ അക്ഷരങ്ങളെ ഒരു സീരീസ് ആയിട്ട് പരിഗണിക്കുക. ഓക്കെ, എൽ പി ടി എക്സ്. നിങ്ങൾ ഇങ്ങനെ എഴുതണ്ട, നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇവിടെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ABCD നോക്കിയാൽ മതി. അപ്പൊ അടുത്ത വരുന്ന അക്ഷരം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതായിരിക്കും നമ്മുടെ ആൻസറിനകത്ത് 4 അക്ഷരം ഉണ്ടല്ലോ. ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് വരുന്ന അടുത്ത ആളായിരിക്കും നമ്മുടെ ആൻസറിന്റെ ആദ്യത്തെ അക്ഷരം. ഓക്കെ, എൽ പി ടി എക്സ്. ജസ്റ്റ് നോക്കി, എൽ 12, പി 16. അപ്പൊ എന്താണ് 4 കൂടി. ഓക്കെ, പി ടു ടി, പി 16, ടി 20, അവിടെ 4 കൂടി. ടി ടു എക്സ്, ടി 20, എക്സ് 27, 4 കൂടി. അപ്പൊ അറിയാം എന്താണ് അടുത്ത 4 കൂടണം. എക്സിന്റെ കൂടെ 4 കൂട്ടുമ്പോൾ എക്സ് 24, 4 28, 28. അപ്പൊ നിങ്ങൾ 28ാമത്തെ അക്ഷരം ഇല്ലല്ലോ. അപ്പൊ എന്തായിരിക്കും, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ 28 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം. 28 എന്ന് പറയുമ്പോൾ 26ന്റെ കൂടെ, ആകെ 26 അക്ഷരം ഉള്ളല്ലോ. 26ന്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ 28 ആവുന്നത്. അപ്പൊ രണ്ടാമത്തെ ആളിനെ എടുത്താൽ മതി. രണ്ടാമത്തെ അക്ഷരം ഏതെടുത്താൽ മതി, ഏതാണ്, ബി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് എണ്ണണ്ട. അടുത്ത 1, 2, അടുത്ത എവിടെയാണ് എണ്ണേണ്ടത്, വീണ്ടും എയിലേക്കാണ്. 3, 4, ബി ആണല്ലോ. നമ്മുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ബി ആണ്. അപ്പം ഇവിടെ പക്ഷേ ബി തുടങ്ങുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, ബി തുടങ്ങുന്ന 3 ഓപ്ഷൻ ഉണ്ട്. ഇതല്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി നോക്കിയേ, ഇവിടെ എല്ലാം രണ്ടാമത്തെ അക്ഷരം ഡിഫറെന്റ് ആണ്. ടി ആണ്, എം ആണ്, സി ആണ്. അപ്പൊ രണ്ടാമത്തെ അക്ഷരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആൻസർ ഏതാണെന്ന് ഉറപ്പിക്കാം. ഓക്കെ, രണ്ടാമത്തെ അക്ഷരം കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ഏതാണെന്ന് ഉറപ്പിക്കാം. എം ക്യു യു വൈ. ഓക്കെ, എം ക്യു യു വൈ, എം ക്യു യു വൈ. അടുത്ത ടൈം എന്ത് വരും? ഓക്കെ, എം ക്യു, എം 13, ക്യു 17. അവിടെ എന്താണ് 4 കൂടിയാണ് പോകുന്നത്. അപ്പൊ അടുത്ത് നോക്കിയാൽ 4 കൂടിയാണ്. അപ്പൊ അതും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. ക്യു 17, 21, അവിടെ 4 കൂടിയാണ്. വേണമെങ്കിൽ ഇവിടെ ഉറപ്പിക്കാം, ഇത് 4 കൂടി ആയിരിക്കും. അപ്പൊ അടുത്ത എന്താണ്, വൈയുടെ കൂടെ 4 കൂടുന്നതാണ്. വൈയുടെ കൂടെ 4 കൂടുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമുക്ക് കൗണ്ട് ചെയ്യുന്നതാണ് നല്ലത്. വൈ എണ്ണണ്ട, ഇസഡ് ഔട്ട്. 1, 2, 3, 4. എന്ത് വരും? സി. ആൻസർ ആയില്ലേ? അടുത്ത് ചെയ്യണ്ടോ? അടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ 3 ആണ് ആൻസർ. ഒരു നമ്പർ സീരീസ്. ഓക്കെ, നമ്പർ സീരീസ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുക. ഇവിടെ നിങ്ങൾ നോർമലി ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും? 86, 107, 82, 111, 78, 115. ഇപ്പൊ നമ്മൾ നോർമലി പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് എത്ര കൂടി നോക്കും, വീണ്ടും വരുമ്പോൾ കുറയാണ്, വീണ്ടും കൂടി കുറഞ്ഞു, ഇത് എത്രയാണ് കൂടിയെന്ന് കുറഞ്ഞെന്ന് നോക്കും. അങ്ങനെ നോക്കിയാൽ ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അതിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും കുറച്ചുകൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ നേരെ നോക്കിയാൽ കിട്ടും, പക്ഷെ അത് ഇത്തിരി ടൈം എടുക്കും. നേരെ നോക്കി കിട്ടത്തില്ല ഞാൻ പറയുന്നില്ല, ടൈം എടുക്കും. പക്ഷെ അതിനേക്കാളും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിങ്ങൾ നമ്പേഴ്സ് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി. 1 ഇടവിട്ടുള്ള ആൾക്കാർ നോക്കിയാണ്ട് 86, 82, 78. ഓക്കെ, ഇവർ ഈ 1 ഇടവിട്ടുള്ള ആൾക്കാർ എന്താണ്, ഒരു സീരീസ് ആയിട്ടാണ് പോകുന്നത്. നോക്കി, 86, 82, 78. അവരെങ്ങനെയാണ് പോകുന്നത്? 4 കുറഞ്ഞല്ലേ പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് ആരാണ്? തൊട്ടടുത്ത ടൈമാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അപ്പൊ അവിടുന്ന് 4 കുറയ്ക്കുന്നതായിരിക്കത്തില്ല ഇവിടെ വരുന്നത്. അതായത് 74 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 4, 74 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ വേറെ പ്രത്യേകതയുണ്ട്. നമുക്കിനിയിപ്പോൾ ഒരു പക്ഷേ അടുത്ത ടൈമാണ് ചോദിച്ചിരുന്നെങ്കിൽ, നെക്സ്റ്റ് ടൈമാണ് ചോദിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവര് ഈ വാക്ക് കിടക്കുന്നവർ എന്താണ്, അവർ വേറൊരു സീരീസ് ആയിട്ടായിരിക്കും പോകുന്നുണ്ട്. നോക്കി, 107, 111, 115. അവരെങ്ങനെയാണ്? അവർ 4 കൂടിയാണ് പോകുന്നത്. ഇവിടെ വരുന്ന പോലെ തന്നെ അവർ വരണമെന്നില്ല, അവർ വേറെ രീതിയിൽ പോകാം. 4 കൂടി. അപ്പൊ അടുത്ത എന്തായിരിക്കും വരുന്നത്? അടുത്ത വീണ്ടും 4 കൂട്ടുമ്പോൾ 119. ഒരു പക്ഷേ അടുത്ത ടൈം ചോദിച്ചിരുന്നെങ്കിൽ ഇവരുടെ രീതി, ഇവരുടെ ഒരു അടുത്ത അംഗമായിട്ടായിരിക്കും അത് വരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെയും ആദ്യം കൂടി, പിന്നെ കുറഞ്ഞു, വീണ്ടും കൂടി കുറഞ്ഞു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് വരുമോ നോക്കാം. ഓൾട്ടർനേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണക്ഷൻ വേണം. നോക്കി, 142, 123, 62. അവരൊരു ബന്ധത്തിൽ ഒരു പാറ്റേൺ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ വരാൻ, ഓൾട്ടർനേറ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയില്ല. അപ്പൊ നമുക്ക് നേരെ തന്നെ നോക്കാം. അതായത് 142 എങ്ങനെ 150 ആയി, അങ്ങനെ തന്നെ നോക്കാം. 123, 187, 62. അപ്പൊ നോക്കിയേ, 142, 80.
എന്താണ് കൂടുവാണ്, 8 ആണല്ലോ കൂടിയത്. ഓക്കെ, 8 ആണ് കൂടുന്നത്. വീണ്ടും 150 23 എന്ന് പറയുമ്പോൾ കുറയുവാണ്. ഓക്കെ, അവിടെ എത്ര ആണ് കുറയുന്നത്? അവിടെ 27 ആണ് കുറയുന്നത്. 27 ആണ്. അപ്പോൾ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സ്പീഡ് ആവണം. ഓക്കെ, 123 187 അത്ര ആയിരിക്കും. 120 23 60 കൂട്ടി 183 ആയി, ഒരു 4 കൂടെ. അപ്പോൾ കൂടുവാണ്. എത്രയാണ് കൂടുന്നത്? 64 ആണ് കൂടുന്നത്. വീണ്ടും അടുത്ത് നോക്കി 187 62. 187 നിന്ന് ആദ്യം 60 കുറച്ചാൽ 127, 2 കൂടെ കുറയ്ക്കുമ്പോൾ 125. അതായത് 125 കുറഞ്ഞു. 125 കുറഞ്ഞു. എന്തെങ്കിലും പ്രത്യേകതയോ അല്ലെങ്കിൽ ബന്ധമോ ഉണ്ടോ ഈ നമ്പേഴ്സിന്? ഇവിടെ ഈ നമ്പർ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാണ്. നോക്കി 8 27 64 100. എന്തെങ്കിലും പ്രത്യേകതയുള്ള നമ്പേഴ്സ് ആണോ? ആണ്. എന്താണ്? ഇവരെല്ലാം ക്യൂബ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ക്യൂബ് നമ്പേഴ്സ് കാണാതെ പഠിക്കണം. ഈ ക്യൂബ് നമ്പേഴ്സ് കാണുമ്പോൾ ഓർമ്മ വരണം, ഇത് ക്യൂബ് നമ്പേഴ്സ് ആണെന്നുള്ള കാര്യം ഓർമ്മ വരണം. അപ്പോൾ നോക്കിയേ 2 ക്യൂബ് 3 ക്യൂബ് 4 ക്യൂബ് 5 ക്യൂബ്, അടുത്ത എന്തായിരിക്കും? 6 ക്യൂബ്. അങ്ങനെയാണെങ്കിൽ പ്ലസ് ആണോ മൈനസ് ആണോ? അപ്പോൾ നോക്കിയേ പ്ലസ് മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പോകുന്നത്. പ്ലസ് മൈനസ്. അപ്പോൾ അടുത്ത് എന്താണ്? പ്ലസ് ആണ്. 6 ക്യൂബ് എത്ര ആണ്? 216. അതായത് 62ന്റെ കൂടെ 216 കൂട്ടുന്നതാണ് നമ്മുടെ ആൻസർ. 62 16 78. അതായത് 278 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 3 278 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഈ കഴിഞ്ഞ ജെ ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ഞാൻ ആ നമ്പർ അനലോഗി മാത്രമേ ഉള്ളൂ തൊട്ട് മുമ്പത്തെ ജെ ഡിന്ന് എടുത്തത്. ഇതെല്ലാം ഈ പറയുന്നതെല്ലാം നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ ജെ ഡി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ക്യൂബ് റിലേറ്റഡ് ആയിട്ട് സ്ക്വയർ റിലേറ്റഡ് ആയിട്ടും എല്ലാം നമുക്ക് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആ സ്ക്വയറും ക്യൂബും ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. ഓക്കെ, ഓപ്ഷൻ 3 ആണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ആൽഫബറ്റും നമ്പറും രണ്ടും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നൊരു സീരീസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ആൽഫബറ്റ് വന്നിട്ടുണ്ട്, നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പവഴി ഇവിടെ നിങ്ങൾ നോക്കണ്ട. ഈ ടി ജെ എമ്മും 10 ബന്ധമില്ല. മനസ്സിലായി? ഇവിടെ ആൽഫബറ്റ് ഒരു പ്രത്യേക രീതിയിൽ പോകുന്നു, നമ്പർ വേറെ രീതിയിൽ പോകുന്നു. നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നോക്കി 10 12 14 16 18. അപ്പൊ അടുത്ത എന്തായിരിക്കും വരുന്നത്? നമ്പേഴ്സിനെ ഒരു സീരീസ് ആയിട്ട് അങ്ങ് എടുക്കുക. നമ്പേഴ്സിനെ ഒരു സീരീസ് ആയിട്ട് എടുക്കുക, ആൽഫബറ്റ് വേറെ ആയിട്ട് നോക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ആൻസറിനകത്ത് 3 ആൽഫബറ്റ് വരും, 2 നമ്പറും വരും. ആ 2 നമ്പർ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാമല്ലോ. 10 12 14 16 18. അപ്പൊ എന്തായിരിക്കും വരുന്നത്? 20 ആയിരിക്കും നമ്മുടെ ആൻസറിനകത്ത് നമ്പർ. ഇപ്പൊ നോക്കി 20 വരുന്ന ഓപ്ഷൻ ഇതുകൊണ്ട്. ഇപ്പൊ നിങ്ങൾ ആ വന്ന ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കിയേ. ഇതിന്റെ ആദ്യം y ആണ്, ഇതിന്റെ ആദ്യം y ആണ്. അങ്ങനെയാണ് നമ്മുടെ ആൻസറിനകത്ത് ആദ്യം y ആണെന്നുള്ള ഉറപ്പിക്കാൻ. കാരണം 20 വരുന്ന 2 ഓപ്ഷനിലും ആദ്യം y ആണ്. അപ്പൊ നിങ്ങൾ y കണ്ടുപിടിക്കാൻ പോകണ്ട, കാരണം അത് y വരൂ. നിങ്ങൾ നോക്കിയാലും നോക്കിയേ TUVWX ഓർഡറിലല്ലേ, TUVWXY. ഇനി രണ്ടാമത്തെ അക്ഷരം കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്ത് ചെയ്യുക? രണ്ടാമത്തെ അക്ഷരങ്ങളെ ഒരു സീരീസ് ആയിട്ട് എടുക്കാം. നോക്കിയേ JLNPR. നോക്കി JLNPR. ഇവരുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ അക്ഷരം കിട്ടിയാൽ നമുക്ക് ആൻസർ ആവില്ലേ? കാരണം ഇവിടെ എക്സും ഇവിടെ ടിയും ആണ്. അപ്പൊ ഇതിൽ ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഏതാണെന്ന് ഉറപ്പിക്കാം. ഓക്കെ, JL എന്ന് പറയുമ്പം 2 കൂടി, LN എന്ന് പറയുമ്പോൾ 2 കൂടി, NP എന്ന് പറയുമ്പോഴും 14 16 2 കൂടി, P2R 16 18 2 കൂടി. അപ്പൊ അറിയുന്നതാണ് 2 കൂടുന്നത്. 6ന്റെ കൂടെ 2 കൂട്ടിയാൽ 18 20 T. അപ്പൊ അതാണ് രണ്ടാമത്തെ അക്ഷരം T ആണ് ആൻസർ ആയി. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓക്കെ, ആ മൂന്നാമത്തെ അക്ഷരം ഇനി കണ്ടുപിടിക്കണമെന്നില്ല. കാരണം നമുക്ക് ഓൾറെഡി 20 എന്നുള്ളത് വന്നു, YT എന്ന് വന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ആ നമ്പറുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നടുക്കത്തെ അക്ഷരം നോക്കി. ഇവിടെ ആദ്യത്തെ നമ്മുടെ സീക്വൻസിനകത്ത് J അല്ലേ നടുക്കത്തെ അക്ഷരം. ഈ ജയുടെ പൊസിഷൻ വാല്യൂ എത്രയാണ്? 10 ആണ്. ഈ ജയുടെ പൊസിഷൻ വാല്യൂ 10 ആണ്. ഓക്കെ, അടുത്ത നോക്കി ഇവിടുത്തെ നടുക്കത്തെ അക്ഷരം ഏതാണ്? Lന്റെ പൊസിഷൻ വാല്യൂ എത്രയാണ്? 12 ആണ്. അപ്പൊ ഇവിടെ നടുക്കത്തെ അക്ഷരത്തിന്റെ വാല്യൂ ആണ് നമ്പറായിട്ട് വന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ വരണമെന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായി? ഇവിടെ നോക്കി എല്ലാത്തിന്റെയും നടുക്കത്തെ അക്ഷരം കണ്ടോ? ഇവിടെ പിയുടെ വാല്യൂ എത്രയാണ്? 14. അതാണ് അതിന്റെ കൂടെ നമ്പറായിട്ട് വന്നത്. അതായത് മിഡിലിൽ കിടക്കുന്ന ലെറ്ററിന്റെ പൊസിഷൻ വാല്യൂ ആണ് നമ്പറായിട്ട് വന്നത്. പക്ഷെ എപ്പോഴും ആ ഒരു ലെറ്ററുമായിട്ടുള്ള കണക്ഷന് വരണമെന്നില്ല. ഓക്കെ, അങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ നമ്പേഴ്സിനെ ഒരു സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്പേഴ്സിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്പേഴ്സ് തമ്മിൽ എടുക്കുമ്പോൾ ഒരു ബന്ധം വരുന്നില്ലെങ്കിലോ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ കിടക്കുന്ന 3 അക്ഷരമായിട്ട് ഈ നമ്പറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ ആദ്യമേ കയറി ഈ ടിയും ജെയും എമ്മും 10 എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാൻ പോരുത്. ടിയുടെ വാല്യൂ 20,
ജെയുടെ വാല്യൂ 10, എമ്മിന്റെ വാല്യൂ 13, അതെല്ലാം അവിടെ കൂട്ടിയിട്ട് അതുമായിട്ട് ഒരു 10ന് ബന്ധമുണ്ടോ എന്ന് നോക്കാൻ പോകണ്ട. ഈ നമ്പേഴ്സിനെ മാത്രം ഒരു സീരിയസ് ആയിട്ട് എടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബന്ധവും കിട്ടുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആ അക്ഷരമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തത് മനസ്സിലായി കാണും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലോഗിയിലും സീരീസിലും നമുക്ക് GD എക്സാം ചോദിച്ചാൽ കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് നല്ലതായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.